റോച്ചായ വോട്ടെണ്ണാൻ ഇനി 2 ദിവസം കൂടെ ഉള്ളൂ. ഈ വോട്ടെണ്ണലിന് മുമ്പ് തന്നെ ഫ്ലക്സ് യുദ്ധം, പരസ്യ യുദ്ധം ഇതെല്ലാം നടക്കുന്നുണ്ട്. ഇതെല്ലാം ഇപ്പോൾ ഒരു സാമ്പിൾ വെടിക്കെട്ടാണ്. ഇനി വോട്ടെണ്ണി ഇനി അധികാരം കിട്ടിയാൽ എന്തായിരിക്കും കേരളത്തിൽ നടക്കുക? അത് ഈ കാണാനുള്ള പൂരം പറഞ്ഞറിയിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ പോലെ. കാരണം ഒരു തരത്തിലുള്ള അച്ചടക്കം പാലിക്കാൻ കേരളത്തിലെ കോൺഗ്രസ്സുകാർ തയ്യാറല്ല എന്നുള്ള സന്ദേശങ്ങളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം അവർക്കിപ്പോഴും അതായത് അധികാരം കിട്ടുമോ എന്ന് ഉറപ്പായിട്ടില്ല. കാരണം പെട്ടിക്കകത്തിരിക്കുന്നേ ഉള്ളൂ. എങ്ങാനും ഇനി അധികാരം കിട്ടിയാൽ എന്തായിരിക്കും എന്നുള്ളതിൻ്റെ സൂചനകളാണ് ഈ പുറത്തു വരുന്നത്. ജനങ്ങളെ കൊണ്ട് ഈ ജനങ്ങളുടെ ഇടയിൽ ഇവരെക്കുറിച്ച് അവമതിപ്പുണ്ടാക്കുന്ന അവസ്ഥ ഇവർ തന്നെ സൃഷ്ടിക്കുകയാണ്. എന്നിട്ട് ഞങ്ങൾ ജനാധിപത്യ പാർട്ടിയാണ്, ജനാധിപത്യ പാർട്ടിയിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നത് തെറ്റില്ല എന്ന് സ്വയം പറയുകയാണ്. പക്ഷേ ജനാധിപത്യ പാർട്ടിയിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നത് ശരിയാണോ ഇല്ലയോ എന്ന് ജനങ്ങളാണ് സ്വീകരിക്കുന്നത്, അല്ല ഇവരല്ല. 4-3-7 കോൺഗ്രസ്സുകാർ ചേർന്നല്ലല്ലോ കേരളത്തിലെ വോട്ട് ചെയ്യുന്നത്. അവർ ഒരുപാട് സാധാരണക്കാരായ ആൾക്കാരും രാഷ്ട്രീയം ഇല്ലാത്തവരും രാഷ്ട്രീയം ഉള്ളവരും ഒക്കെ ചേർന്നാണ് പലപ്പോഴും ഈ കോൺഗ്രസിനെ അധികാരത്തിൽ എത്തിക്കുന്നത്. അവരോട് നിങ്ങൾ നീതി കാണിക്കുന്നില്ലെങ്കിൽ, നിങ്ങൾ തമ്മിലുള്ള തമ്മിലടി അവസാനിപ്പിക്കുന്നില്ലെങ്കിൽ ജനം നിങ്ങളെ വീണ്ടും ശിക്ഷിക്കും. ഇപ്പൊ 10 കൊല്ലം ശിക്ഷിച്ചുള്ളൂ, ഇനിയും പെർമനന്റ് ആയിട്ട് ചിലപ്പോൾ പുറത്തു നിർത്തും. ഇപ്പൊ കണ്ടില്ല, യുപിയിലും ബീഹാറിലും മധ്യപ്രദേശിലും ഒക്കെ 10, 20, 30 വർഷമായി പുറത്തു നിൽക്കുകയാണ്. കാരണം ഇത് തന്നെയാണ് സ്ഥിതി. അധികാരത്തിന്റെ ഒരു മണം അടിച്ചു കഴിഞ്ഞാൽ തമ്മിലടി, കാലെ പിടിച്ചു വലിക്കല്, ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഇപ്പൊ എന്താണ് യഥാർത്ഥത്തിൽ നടക്കുന്നത്? തെരഞ്ഞെടുപ്പിനെ ഏതാണ്ട് ഏക മനസ്സോടുകൂടി അവര് നേരിട്ട് കഴിഞ്ഞതിന് ശേഷം കോൺഗ്രസ് അധികാരത്തിൽ തിരിച്ചു വരുമെന്ന് ചില കഥകളും ചില കണക്കുകളും ഒക്കെ അവിടെ ഇവിടെയൊക്കെ പറഞ്ഞു തുടങ്ങിയപ്പോഴത്തേക്ക് അതിനു മുമ്പ് അതാ പറഞ്ഞേ, ചില സാധ്യതകളെ കുറിച്ചൊക്കെ പറഞ്ഞ് തുടങ്ങിയപ്പോൾ തന്നെ ആരാകണം മുഖ്യമന്ത്രി എന്നുള്ളതിനെ കുറിച്ച് അന്നേരം മുതൽ ഫ്ലക്സ് വെപ്പും സോഷ്യൽ മീഡിയയിൽ പയറ്റും ചീത്തവിളിയും ചേരിതിരിഞ്ഞും എല്ലാം നമ്മൾ നടക്കുകയാണ്. ആരാണ് ഈ കേമൻ എന്നുള്ളതാണ് സ്ഥിതി. നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ടിക്ക് അധികാരം കിട്ടിയാൽ നിങ്ങൾക്കൊരു വ്യവസ്ഥാപിതമായ മാർഗത്തിലൂടെ നിങ്ങൾ തിരഞ്ഞെടുത്താൽ പോരെ. തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാർ ചേർന്ന് അവർക്ക് ഇഷ്ടമുള്ള ആളിനെ തിരഞ്ഞെടുക്കുന്നു. അതാണ് ഈ പാർട്ടിയുടെ പരമ്പരാഗതമായ പാരമ്പര്യമെന്ന് ഇവർ തന്നെ പറയുന്നുണ്ട്, അതും ഇതിനിടയ്ക്ക് പറയുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം നേതൃത്വം കൊടുക്കുന്ന ഈ നേതാക്കന്മാർ തന്നെ. അതിനകത്ത് ആരും വ്യത്യസ്തത. ഇപ്പൊ 3 പേരുടെ പേരാണ് പറഞ്ഞു കേൾക്കുന്നത്: VD സതീശൻ, രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ. ഈ 3 പേരുടെ അനുയായികളാണ് ഈ കുത്തുംപെട്ടും എല്ലാം ഈ സോഷ്യൽ മീഡിയയിലും പുറത്തുമൊക്കെ നടത്തുന്നത്. അപ്പൊ ജനങ്ങൾ ഇത് പതുക്കെ പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞു. അതിനു മുമ്പ് തന്നെ ഇവരുടെ നേതാവ് രാഹുൽ ഗാന്ധിയാണ് വന്ന് കേരളത്തിൽ പറഞ്ഞത്, നിങ്ങൾ സംഘനൃത്തം ചെയ്യേണ്ട സമയത്ത് ഏകാംഗ നൃത്തം നടത്തരുത് എന്ന് പറഞ്ഞാൽ തമ്മിലടി നടത്തരുത്, ഒരുമിച്ച് നിൽക്കണം എന്നുള്ള വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയ മെസ്സേജാണ് പുതുയുഗ യാത്രയുടെ സമാപനത്തിൽ അദ്ദേഹം പറഞ്ഞത്. ആ പറഞ്ഞതിന്റെ നാക്ക് വായിലിടുന്നതിന് മുമ്പ് ഇവിടെ പണി തുടങ്ങി. അല്ല, ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ തന്നെ ലീഗ് സമാനമായ രീതിയിൽ അഭിപ്രായം പറഞ്ഞു, RSP പറഞ്ഞു, ഘടകകക്ഷികൾ അടക്കം പറഞ്ഞു. ഇനി ജനം കൂടിയേ പറയാനുള്ളൂ. അല്ല, ഇനി ജനം ഇവരെ കൈവെക്കും, അതാണ് അതിന്റെ സ്ഥിതി. അല്ലാതെ നിങ്ങൾ ജനങ്ങളോട് നിങ്ങൾക്ക് അല്പമെങ്കിലും സാമാന്യ മര്യാദയും സാമാന്യ ബോധവും ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വ്യവസ്ഥാപിതമായ മാർഗത്തിലൂടെ എടുക്കുക. ഇത് കാരണം നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ള പണ്ട് കാലങ്ങളിലുള്ളതാണ്. അധികാരം കിട്ടിക്കഴിയുമ്പോൾ മുതൽ അങ്ങോട്ടും ഇങ്ങോട്ട് കരുണാകരന്റെയും ആന്റണിയുടെയും കാലത്ത്, ഉമ്മൻചാണ്ടിയുടെ കാലത്ത്, ഇവരുടെ എല്ലാവരുടെ കാലത്ത് ഇതുള്ളതാണ്. ഇത് കോൺഗ്രസിന്റെ ശാപമാണ്. ദേശീയ തലത്തിലായാലും സംസ്ഥാന തലത്തിലായാലും ഈ പാർട്ടിക്കകത്ത് യാതൊരു തരത്തിലുള്ള അച്ചടക്കവും ഇല്ലാതെ ഇങ്ങനെ പരസ്പരം ചെളിവാരി എറിയുകയും ഒക്കെ ചെയ്യാണ്. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന ജനങ്ങളോട് നിങ്ങൾക്ക് എന്തെങ്കിലും കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ അടങ്ങിയിരിക്കേണ്ടത്. അച്ചടക്കത്തോടു കൂടി നിങ്ങൾ ഈ ഇനി അവശേഷിക്കുന്ന 48 മണിക്കൂർ മര്യാദയ്ക്ക് നിന്നിട്ട് പൊതുജനങ്ങൾക്ക് സ്വീകാര്യമായ ഒരു തരത്തിൽ നിങ്ങൾ നിങ്ങളുടെ നേതാവിനെ തിരഞ്ഞെടുക്കുക. ഇന്ന് തന്നെ എന്തുവാണ്, നേരം വെളുത്തുമ്പോൾ മുതൽ ഇവിടെ ഈ കഴുകൻ കണ്ണുപോലെ നോക്കിയിരിക്കുന്നതാണ് ചാനലുകൾ. അവരെ സംബന്ധിച്ചുള്ള വാർത്തയാണ്. അതിന് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അത് അവരുടെ തൊഴിലാണ്, അവരത് കൃത്യമായിട്ട് ചെയ്തു. കേരളത്തിൽ ഒരു സൈഡിൽ സതീശനെ വാഴ്ത്തിക്കൊണ്ടുള്ള പോസ്റ്ററുകൾ, ഫ്ലക്സുകൾ, മറുവശത്ത് 2 നേതാക്കന്മാരെ വാഴ്ത്തിക്കൊണ്ടുള്ള പോസ്റ്ററും ഫ്ലക്സുകളും എല്ലാം വരുന്നു. ഇതും പോരാഞ്ഞിട്ട് ഈ കുറെ മുതിർന്ന നേതാക്കന്മാർ അവിടെ ഇവിടെയും പോയി വേണ്ട സമയത്തും വേണ്ടാത്ത സമയത്തും പോയി അഭിപ്രായങ്ങൾ പറഞ്ഞ് ഈ പാർട്ടിയെ ഓരോ ദിവസവും അവമതിപ്പിന്റെ കുഴിയിലേക്ക് എടുത്തെറിയുകയാണ്. അപ്പൊ ഈ കാര്യം മനസ്സിലാക്കി ഇനിയെങ്കിലും പോയില്ലെങ്കിൽ നിങ്ങളുടെ ഭരണത്തിന്റെ ആയുസ് പോലും ഒരുപക്ഷെങ്കിൽ ഇപ്പോൾ തന്നെ കുറുക്കിച്ച് വെക്കേണ്ടി വരും. ഇത്തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അധികാരത്തിന് വേണ്ടിയുള്ള വടംവലി ഇനി ഇതിനെക്കാട്ടി ഭീകരമാണ്. ഇനി എങ്ങാനും ഭൂരിപക്ഷം കിട്ടിയാൽ ഒരു മുഖ്യമന്ത്രിക്ക് വേണ്ടിയുള്ള അടിയാണ് ഈ നടക്കുന്നത്.
ഒരു 20-21 മന്ത്രിമാരെ ആകെ ക്യാബിനറ്റിൽ വരത്തുള്ളൂ. അപ്പം ഈ ഘടകകക്ഷികൾക്കൊക്കെ പോയിട്ട് കോൺഗ്രസിന് കിട്ടുന്ന 11-12 സീറ്റാണ്. ഈ 12 സീറ്റിന് വേണ്ടി ജയിച്ചു വന്ന മുഴുവനെണ്ണവും കിടന്ന് കടിപിടി കൂടും. അതിന്റെ ടീസറാണ് ഇപ്പൊ നടക്കുന്നത്. അതിന്റെ ടീസറാണ് ഈ നടക്കുന്നത്. അപ്പം അങ്ങനെ എല്ലാം തന്നെ ജനങ്ങൾ ഇവരെ വെറുക്കുന്ന രീതിയിലേക്കാണ് ഇവരുടെ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. ഇതൊക്കെ മാന്യമായ രീതിയിൽ ഇതിലൊരു വ്യവസ്ഥാപിതമായ മാർഗത്തിൽ കൂടെ എടുക്കാനോ അതിനുള്ള കാലിബറുള്ള നേതാക്കളോ ഇല്ലാതെ പോകുന്നു. ഒന്നുകിൽ ഇവിടെ ഒരു KPCC പ്രസിഡന്റ് ചുക്കിന് ചുണ്ണാമ്പിലും കൊള്ളാത്ത ഒരു KPCC പ്രസിഡന്റാ. കാരണം എന്താണ്? അദ്ദേഹത്തിന് ഈ അച്ചടക്കം നിലനിർത്താൻ, ഈ പാർട്ടിക്കകത്ത് അച്ചടക്കം നിർത്താനുള്ള ശേഷിയില്ല. അയാൾ അയാൾ പറഞ്ഞാലിട്ട് ആരും ഗൗരവത്തിൽ എടുക്കുന്നുമില്ല. അതാണ് ഒരു സ്ഥിതി. ഇതെല്ലാം കഴിയുമ്പോഴാണ് ഒരു പ്രസ്താവനയുമായിട്ട് വരുന്നത്. അപ്പം ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഒന്നുകിൽ നിങ്ങൾ കേന്ദ്ര നേതൃത്വത്തെ അംഗീകരിക്കുക, അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വത്തെ നിങ്ങൾ അംഗീകരിച്ച് മര്യാദയ്ക്ക് നിൽക്കുക എന്നുള്ള ഒരു മിനിമം പരിപാടി പോലും ഇല്ലാത്ത രീതിയിലാണ് പെരുമാറുന്നത്. ആൾക്കാർ വളരെ ഇവർക്ക് വോട്ട് ചെയ്തവർ ഇപ്പം വളരെ ആകാംക്ഷയോടുകൂടിയാണ് ഇരിക്കുന്നത്. കാരണം ഇതാണ് ഇപ്പോഴത്തെ സ്ഥിതിയെങ്കിൽ വരാനിരിക്കുന്ന ദിവസങ്ങളിൽ എന്തായിരിക്കും? തിങ്കളാഴ്ച ഒരു 11-12 മണിയാകുമ്പോൾ റിസൾട്ട് വരും. നമ്മൾ ഒരു സംശയവും വേണ്ട, അന്നേരം മുതൽ തന്നെ ഇനി പരസ്യ പ്രസ്താവനകളും അലമ്പുമായിട്ട് റോഡിൽ ഇറങ്ങുന്ന കാണാൻ പറ്റും. അപ്പൊ അതാണ് കാരണം ഏറ്റവും മാന്യമായ രീതിയിൽ മനുഷ്യരെ കൊണ്ട് പറയിപ്പിക്കാതെ ഈ നേതാവിനെ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്ന പ്രോസസ്സ് നടത്തിയില്ലെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, ഈ ഭരണത്തിന്റെ ആയുസ് പോലും ഒരുപക്ഷെ ചോദ്യം ചെയ്യപ്പെട്ടേ. KPCC പ്രസിഡന്റ് പറഞ്ഞാലും അനുസരിക്കില്ല, ഹൈക്കമാൻഡ് പറഞ്ഞാൽ അനുസരിക്കില്ല. ഇതിനെല്ലാത്തിനും ന്യായമായിട്ട് പറയുന്നത് ജനാധിപത്യ പാർട്ടിയാണ്. എല്ലാവർക്കും അഭിപ്രായം പറയാം. ഇതുകൊണ്ട് മാത്രം കോൺഗ്രസിന് എങ്ങനെ പിടിച്ചിരിക്കാൻ പറ്റും? അല്ല, അങ്ങനെ ഒരു പാർട്ടി ഉണ്ടോ? അഭിപ്രായം പറയാൻ നിങ്ങൾക്ക് നിങ്ങളുടെ വേദിയിൽ അഭിപ്രായം പറയാം. നിങ്ങളുടെ പാർട്ടിയെ കുറിച്ച് നിങ്ങൾ തന്നെ പുറത്തിറങ്ങി ഈ പാർട്ടിക്ക് അവമതിപ്പ് ഉണ്ടാക്കുക, ഈ പാർട്ടിയുടെ ഓഫീസിൽ പോയി കല്ലെറിഞ്ഞിട്ട് ഇതാണ് ജനാധിപത്യം എന്ന് പറയുന്നതിനകത്ത് എന്താ കാര്യം? ഒന്നുകിൽ നിങ്ങളുടെ നേതൃത്വത്തെ അനുസരിക്കണം. ആ നേതൃത്വം പറയുന്നതിന് നിങ്ങൾക്ക് അതിനോട് അഭിപ്രായ വ്യത്യാസം നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ടി ഫോറത്തിനകത്താണ് നിങ്ങൾ ചോദ്യം ചെയ്യുന്നത്. ഇതിനാണ് നിങ്ങളുടെ പാർട്ടിയെ നിങ്ങൾ പരസ്യവേദി കൊണ്ടിട്ട് അലക്കുന്നത്. ഇവരുടെ എല്ലാവരുടെയും ചെല്ലും കൊടുത്ത് ഇവരുടെയൊക്കെ ശിങ്കിടികളായിട്ടിരിക്കുന്നവരും ഇവരുടെ പെട്ടിയെടുപ്പുകാരുമാണ് ഈ സോഷ്യൽ മീഡിയയിൽ കിടന്ന് ഈ അലമ്പുണ്ടാക്കുന്നത്. അവരെ ഇവർക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ഒരുപക്ഷെ ഇവരെ പറയാതെ ഇത് ഒന്നും നടക്കത്തില്ല. ഈ 3 നേതാക്കന്മാരുടെ അനുയായികൾ എന്ന് പറയുന്ന അവരാണ് ഇതെല്ലാം ചെയ്യുന്നത്. നിങ്ങളുടെ പാർട്ടിക്ക് 10 വർഷം പട്ടിണിയും പരിവട്ടവും ആയിട്ട് നടക്കുകയാണ് ഒരു വശത്ത്. അതിനെക്കാട്ടിലും ഈ പാർട്ടിക്ക് വേണ്ടി ഈ കാലങ്ങളിൽ 10,000 പേര് പല സമരങ്ങളിൽ ഏർപ്പെട്ട് തല്ലു വാങ്ങിച്ചും ഇപ്പോഴും ചികിത്സയിലുമായിട്ടൊക്കെ നടക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട് ഇല്ലേ? നവകേരള സദസ്സിന്റെ സമയത്ത് ചെടിച്ചട്ടി കൊണ്ടാണ് ഈ പാവപ്പെട്ട കോൺഗ്രസ്സുകാരെ CPM-കാരും പോലീസുകാരും അടിച്ചത്. ആ പാവങ്ങൾ ഇവിടെ റോഡിൽ നിൽക്കുമ്പോഴാണ് ഇവരിവിടെ ഈ അധികാരത്തിന് വേണ്ടി, കസേരയ്ക്ക് വേണ്ടി ഈ കടിപിടി കൂട്ടുന്നത്. നിങ്ങൾക്ക് കുറഞ്ഞ പക്ഷം അവരുടെ ചോരയോട് ചീന്തിയിട്ടാണ് നിങ്ങൾ ഈ പോസ്റ്റിൽ എത്തുന്നതെങ്കിൽ ഒരു ബോധ്യം വേണ്ടേ? എത്ര പേര് ആ പാവങ്ങൾ ഇപ്പൊ ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടതല്ലേ, ഈ ആരോഗ്യമന്ത്രി വീണ ജോർജിനെ തടഞ്ഞതിന്റെ പേരിൽ 24 മുതൽ 28 വയസ്സ് വരെയുള്ള 5 ചെറുപ്പക്കാരാണ് 14 ദിവസം ജയിലിൽ കിടന്നത്. ഒരു കുറ്റവും ചെയ്തിട്ടില്ല. ആകെ കരിങ്കുടി വീശി എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് കൊലക്കുറ്റത്തിന് വരെ കേസെടുത്ത് ആ പിള്ളേർ ജയിലിൽ കിടന്നത്. ആർക്കു വേണ്ടിയാണ്? ഈ 3 നേതാക്കന്മാർ അല്ലെ 4-10 നേതാക്കന്മാരെ മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഒക്കെ ആകുന്നതിന് വേണ്ടിയാണ് ആ പാവങ്ങൾ പോയി തല്ലു വാങ്ങിച്ചത് ഇല്ലേ? അപ്പം നിങ്ങൾക്ക് അവരെ കുറിച്ചൊന്നും യാതൊരു വിധ കൺസേണും ഇല്ല. അവർ ചെയ്ത ത്യാഗത്തെക്കുറിച്ചൊന്നും ഒരു ബോധ്യവും ഇല്ലാതാണ് ഈ അടി കൂട്ടുന്നത്. നാട്ടുകാർ നിങ്ങളെ കൈവെക്കും ഇതാണ് സ്ഥിതിയെങ്കിൽ ഇല്ലേ? ആ ബോധ്യം വേണ്ടേ? ഞങ്ങൾ ഈ പാർട്ടിയെക്കുറിച്ച് പൊതുജനങ്ങളുടെ ഇടയിൽ ഒരു നല്ല മതിപ്പുണ്ടാക്കാനുള്ള ശ്രമം പോലും നടത്താതെ ഇങ്ങനെ പരസ്പരം ചെളിവാരി എറിയാണ്. ഒരു നേതാവിനെ കുറിച്ച് മറ്റു നേതാവിന്റെ ശിങ്കിടികൾ വന്നിരുന്ന് ഇവൻ കൊള്ളക്കാരനാണ്, മോശക്കാരനാണ് എന്ന് പറയുക, മറ്റൊരു അത് തന്നെ ആവർത്തിക്കുക. അപ്പൊ നിങ്ങൾ എന്ത് തരത്തിലുള്ള ഒരു മെച്ചപ്പെട്ട നേതൃത്വമാണ്? പിണറായി വിജയനെ മാറ്റിയിട്ട് നിങ്ങൾ എന്ത് മെച്ചപ്പെട്ട ഭരണമാണ്, എന്ത് മെച്ചപ്പെട്ട നേതൃത്വമാണ്? ഈ നേതൃത്വമാണല്ലോ കേരളത്തിലെ ജനങ്ങൾ പൊതുവെ സ്വീകരിക്കുന്നത്. ആ ഒരു ബോധ്യം വേണ്ടേ? ഒരു നല്ല രീതിയിലുള്ള പെരുമാറ്റം നടത്തുന്ന ഒരു നേതാവ്, നല്ല രീതിയിൽ ആൾക്കാരോട് പെരുമാറുന്നവര്, നല്ല രീതിയിൽ നിങ്ങളുടെ തന്നെ അനുയായികളോട് പെരുമാറുന്നത്, അതൊന്നും ഇല്ലല്ലോ. യാതൊരു തരത്തിലുള്ള അച്ചടക്കവും ഇല്ലാതെ നാടോടികളെ പോലെ വൈകിട്ട് വെള്ളം അടിച്ചു കിടന്ന് അടിപിടി ഉണ്ടാക്കുന്ന കൂട്ടങ്ങളെ പോലെയാണ് ഇപ്പൊ ഈ പെരുമാറുന്നത്. ഇത് ശരിയാണോ ഇല്ലെന്ന് കോൺഗ്രസ്സുകാരാണ് തീരുമാനിക്കുന്നത്. വേറെ പുറത്ത് നിൽക്കുന്ന നമ്മളെ പോലുള്ളവർക്കൊന്നും പറയാൻ പറ്റില്ല. നിങ്ങളാണ് നിങ്ങളുടെ പാർട്ടിക്കകത്ത് അച്ചടക്കം കൊണ്ടുവരേണ്ടത്. നിങ്ങളുടെ നേതാക്കന്മാരെ, അവരുടെ നേതൃത്വത്തെ നിങ്ങൾ അംഗീകരിച്ച് അവർ പറയുന്ന നിർദ്ദേശങ്ങൾ സ്വീകരിക്കുക. ഹൈക്കമാൻഡ് ഇപ്പൊ എത്ര പ്രാവശ്യം പറഞ്ഞു? എന്ത് ഹൈക്കമാൻഡ്? ഹൈക്കമാൻഡിന് പുല്ലുവിലയാണ് ഇവിടുത്തെ കോൺഗ്രസ്സുകാർ കൊടുക്കുന്നത്. ഉണ്ടോ? ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇനി ഈ ഭരണം എങ്ങോട്ട് കൊണ്ടുപോകും എന്നുള്ള ചോദ്യം നാളെ മുതൽ ആൾക്കാർ ചോദിക്കും. നിങ്ങളെ എങ്ങനെയാണ് ഒരു ഭരണം ഏൽപ്പിക്കുന്നത്? നിങ്ങൾക്ക് യാതൊരു നിങ്ങൾ തമ്മിൽ അച്ചടക്കമില്ല. പിന്നെ എങ്ങനെയാണ് ഒരു വിശാലമായ ഒരു സംസ്ഥാനത്തെ ഭരണം നിങ്ങൾ കൊണ്ടുപോകുന്നത്? ഈ നേതാക്കളല്ലേ ഇവിടെ നടക്കുന്നത്. ഈ അണികൾ തന്നെ നാളെ മുതൽ ഈ മറ്റുള്ളവർക്ക് എതിരായിട്ട് ഇറങ്ങും.
നിങ്ങളുടെ ശത്രു എന്ന് പറയുന്നത് CPM ബി ജെ പിയോ അല്ല, നിങ്ങളുടെ നേതാക്കന്മാരാണ് നിങ്ങളുടെ ശത്രുവായിട്ട് നിങ്ങൾ കാണുന്നത്. അത് ശരിയാണോ ഇല്ലെന്ന് നിങ്ങളാണ് തീരുമാനിക്കുന്നത്. പൊതുമധ്യത്തിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ പാർട്ടിയെ വെല്ലുവിളിക്കുകയും അവർക്ക് അവമതിപ്പുണ്ടാക്കുകയും ചെയ്യുകയാണ്. അതിനെക്കുറിച്ചൊരു ബോധ്യം പോലും കോൺഗ്രസ്സുകാർക്ക് ഇല്ലല്ലോ എന്നുള്ളതാണ് ഏറ്റവും കഷ്ടം.